ഈ എക്സിറ്റ് പോളുകൾ ശരിവെക്കുകയാണെങ്കിൽ മൂന്നാമത്തെ ഊഴം തേടി വരുമ്പോൾ ജോ ബൈഡനും ജസ്റ്റിൻ ട്രൂഡോ ഒക്കെ നമ്മുടെ പ്രധാനമന്ത്രിയോട് ചോദിച്ചേക്കാം ക്യാ ഹേ ഭയ്യ, എന്താണ് ഇതിന്റെ സീക്രട്ട്, ആപ്കാ സീക്രട്ട് ക്യാ ഹേ എന്ന് ചോദിച്ചേക്കാം അല്ലേ? സ്വാഭാവികമാണ്. കാര്യം മൂന്നാമത്തെ ഊഴമാണ്. ഇത്രയും വലിയ പ്രചരണം ഒരുപക്ഷെ സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും ദൈർഘ്യമേറിയ തെരഞ്ഞെടുപ്പ് പ്രചരണമായിരുന്നു. ആദ്യ തെരഞ്ഞെടുപ്പ് പ്രചരണം എന്ന് പറയുന്നത് 4 മാസത്തോളം നീണ്ടു നിന്നതാണ്. ആ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ തന്നെ, ആ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനും വിവിധ ഘട്ടങ്ങളും. ഫസ്റ്റ് ഇലക്ഷൻ, അത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും ദൈർഘ്യമേറിയ തെരഞ്ഞെടുപ്പിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. 44 ദിവസം. ആ 44 ദിവസത്തിലെ ക്യാമ്പയിൻ കഴിഞ്ഞ് നരേന്ദ്രമോദി ഇറ്റലിയിലേക്ക് പറക്കുകയാണെങ്കിൽ, പ്രധാനമന്ത്രിയെ പറക്കുകയാണെങ്കിൽ അതൊരു വലിയ ചോദ്യമാണ്. അതൊരു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി തന്നെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി. ഇന്റർനാഷണൽ അക്സെപ്റ്റൻസ് നരേന്ദ്രമോദിക്ക് കൂടാൻ പോകുന്നു. ഈ തേർഡ് ടേമിലേക്ക് നരേന്ദ്രമോദി കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ വലിയൊരു മാൻഡേറ്റുമായി വരികയാണെന്നുണ്ടെങ്കിൽ ഞാനിത് ജൂൺ 4 വരെ എന്റെ കമന്റ് അതിൽ റിസർവ് ചെയ്യും. യെസ്, I will comment my reserves on. I will reserve my comment on that.